ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഈ അപ്ഡേറ്റ് സൈനിങ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു പുതിയൊരു വീഡിയോ ഇട്ടാണ് ഗൈസ്. അപ്പോൾ ഇത് വന്നിരിക്കുന്ന ആറ്റുളം എയർപോർട്ട് മ്യൂസിയം. നമുക്ക് കൂടുതൽ സമയം കിട്ടാതെ നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി മ്യൂസിയത്തിനകത്തോട്ട് കയറാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് നമ്മളെ പഴയ വാർ ഹിസ്റ്ററീസ് ആണ് ഗൈസ്. അപ്പോൾ ഓരോ യുദ്ധത്തിന് പോയതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഓരോ റെസ്ക്യൂ ഓപ്പറേഷൻസ് നമ്മുടെ എയർഫോഴ്സ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എയർഫോഴ്സിന് കിട്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് മെഡൽസും പിന്നെ അവാർഡ്സും ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇതൊക്കെ ഒറിജിനലാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലെയിൻസ് നമ്മളെ എയർഫോഴ്സ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ പേരും ഇയറും അതിൻ്റെ കൂടെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലാഗ്സ്, ഓരോ റെജിമെൻറ്റ്സും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലാഗ്സ് ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൈറ്റർ ജെറ്റ്സ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഫൈറ്റർ ജെറ്റ്സിൻ്റെ പേരും മിനിയേച്ചറുമാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിസൈൽസ്. നമ്മളെ ഇന്ത്യ ഓരോ ആക്രമണത്തിന് വേണ്ടി ഉപയോഗിച്ച ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിസൈൽസ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇപ്പോൾ കാണുന്നതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൈറ്റർ ജെറ്റ്സ്. എൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എയർഫോഴ്സിൻ്റെ യൂണിഫോമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇങ്ങനെ ജൂനിയർ റാങ്ക്, സീനിയർ റാങ്ക്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂണിഫോമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് രണ്ട് ഫൈറ്റർ ജെറ്റിൻ്റെ മോഡലാണ് ഗൈസ്. അപ്പം അതിൻ്റെ നടുക്കിരിക്കുന്ന ഈ എൻജിൻ അത് ഒറിജിനൽ എൻജിനാണ് ഗൈസ്. അപ്പോൾ ഇത് ഈ ഫ്ലൈറ്റിൻ്റെ ഒറിജിനൽ എൻജിനാണ് ഗൈസ്. അപ്പോൾ ഇരിക്കുന്നത് ഈ രണ്ട് ഫൈറ്റർ ജെറ്റ്സ് മോഡൽ. ഫ്ലൈറ്റ് സിമുലേഷൻ റൂം എയർഫോഴ്സ് അക്കാഡമിയിൽ ഇതേപോലത്തെ സ്ഥലത്തു നിന്നാണ് ഫ്ലൈറ്റ് ഓടിക്കാൻ ഇങ്ങനെ പഠിപ്പിക്കുന്ന ട്രെയിനീസിന് വേണ്ടി. ഇത് സെസ്ന 172 എന്ന് പറഞ്ഞ ഫ്ലൈറ്റാണ് ഇപ്പോൾ ഇതിൽ ഓടിക്കുന്നത്. കണ്ടോ, ഇതിൽ കൺട്രോൾസൊക്കെ റിയൽ ടൈമാണ്. ഒറിജിനൽ കോക്പിറ്റ് പോലെയാണ് ഇതിലുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ സൈഡിലുള്ള വൈറ്റ് ബട്ടൺസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടി അത് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആ ഫ്രീക്വൻസീസ് അനുസരിച്ചാണ് നമുക്ക് അടുത്തുള്ള എയർ സ്റ്റേഷനുമായിട്ട് കണക്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ സൈഡിലുള്ള ആ സ്ക്രീനിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും അതിൻ്റെ സ്പീഡ്, കോമ്പസ്, ലെവൽ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും. ഇപ്പം കാണുന്ന സീറ്റ് എന്ന് പറയുമ്പോൾ എമർജൻസി സീറ്റാണ്. ഇൻ കേസ് ഓഫ് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ പൈലറ്റിനെ രക്ഷപ്പെടാനുള്ള സീറ്റാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ആയിട്ടുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്തൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് കാണുകയും ഇറ്റ്സ് മീ അപ്ഡേറ്റ് സൈനിങ് ഔട്ട്. ബൈ.